അപ്പോൾ എന്നെക്കുറിച്ച് പുസ്തകം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഞാൻ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവർ വരുന്ന സമയത്ത് പോലും ഞാൻ ചോദിച്ചത്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒന്നാമത് അത്തരം വലിയ സ്റ്റഡികളൊന്നും മലയാള സിനിമയെക്കുറിച്ചോ ആക്ടേഴ്സിനെ കുറിച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേകത എനിക്ക് വേണമെന്ന് തോന്നിയിരുന്നത്, എന്നെക്കുറിച്ച് ഒരാൾ പുസ്തകം ചെയ്യുമ്പോൾ അത് എൻ്റെ അല്ലെങ്കിൽ 20 വർഷമോ 30 വർഷമോ ഉള്ള എൻ്റെ സിനിമ അഭിനയ ജീവിതത്തിലൂടെ കേരളത്തിന് വന്ന സാംസ്കാരിക അല്ലെങ്കിൽ സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പഠനമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും സാധിച്ചത് ഇവരിലൂടെയാണ്. അതിന് ഇവരോട് പ്രത്യേകം നന്ദി പറയുന്നു. കാര്യം മോഹൻലാൽ മലയാളിയുടെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോൾ പോലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ അതിൻ്റെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് നിൽക്കുകയാണ്. അതിലൂടെ ഒരു ഗഹനമായ കേരളത്തിൻ്റെ ഒരു പഠനം കൂടെയുണ്ട്. ആസ്വാദകരിൽ ഉള്ള മാറ്റം, അല്ലെങ്കിൽ എന്താണ് മലയാള സിനിമ, അത് അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വെളിയിൽ മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾ മലയാളം പഠിച്ച മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടാണ്, ഞങ്ങൾ വളർന്നത് മോഹൻലാലിൻ്റെ സിനിമ കണ്ടാണ്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഇവിടുത്തെ കേരളത്തിലുള്ളൊരു മലയാളിയെക്കാട്ടിലും കൂടുതൽ സിനിമയെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരം സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. നമ്മളിലൂടെ ഒരു സമൂഹം വളർന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമ കണ്ട് വളർന്നു. ഞാൻ മലയാളം പഠിച്ചത് നിങ്ങളുടെ സിനിമ കണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു അക്കാഡമിക് ആയിട്ടുള്ളൊരു പുസ്തകമാണ് മലയാളിയുടെ ജീവിതം. ഒരുപാട് പേര് വായിച്ചിട്ട് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ മോഹൻലാലിനെ അതിലൊരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഗിനി പിഗിനെ പോലെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മോഹൻലാലിലൂടെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകം ലാലിസം അല്ലെങ്കിൽ മോഹൻലാൽ, ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ വളരെ നന്നായിട്ട് റെഫർ ചെയ്ത് അതിൽ ചെറിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വാക്കുകൾ പുതുതായിട്ടുണ്ടായാണ്. മല്ലുത്വം അല്ലേ, ബോളിവുഡ്, കോളിവുഡ്, മല്ലുവുഡ്, അങ്ങനെ മോളിവുഡ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ പുതുതായിട്ടുണ്ടായാണ്. ഇത് ഒരു പക്ഷേ നമ്മൾ ഇതറിയാതെ സംഭവിക്കുന്ന ഒരു സിസ്റ്റത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോ സമയത്ത് ഓരോ സിനിമകളിലൂടെയാണ് നമ്മളെ അറിയപ്പെടുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ വരവേൽപ്പ് എന്നൊരു സിനിമ കണ്ടിട്ട് എത്രയോ പേര് പറഞ്ഞു ഇതെൻ്റെ കഥയാണ്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും ഷെയർ ചെയ്യാവുന്നതാണ്. ശ്രീനിവാസനൊക്കെ അതിൽ ഇത്തരം കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിൽ വളരെയധികം സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നാടോടിക്കാറ്റെന്ന് പറയുന്നത് ഒരിക്കലും ഭയങ്കര ഒരു ഒരു ഏറ്റവും ഭയങ്കരമായ ഒരു കള്ളത്തരത്തിൽ ഒരു മേക്ക് ബിലീഫ് ഉണ്ടാക്കുന്നതാണ്. രണ്ടുപേരെ പോയിട്ട് അയാളെ മദ്രാസിൽ ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫൂളറിയാണ്. അത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പോസിബിളാണ്. അപ്പോൾ അതിലൂടെ ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ടി.പി. ബാലഗോപാലിൻ്റെ മേലും അത്തരം ഓരോ സമയങ്ങളിൽ, ഇപ്പോൾ ഒരു പക്ഷേ ഈ സമയത്ത് ടി.പി. ബാലഗോപാൽ എം എ എന്നൊരു സിനിമ എടുക്കാൻ പറ്റില്ല. പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെ ഒരു സിനിമ ഇപ്പോൾ എടുത്തൂടെ, സന്മനസ്സുള്ളവർക്ക് പക്ഷേ അത് അന്ന് നടക്കേണ്ട ഒരു കഥയായിരുന്നു. ഇവിടം സ്വർഗമാണ്. ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്നുണ്ട്, റോഷൻ ആൻഡ്രൂസിന്. അത് വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഈ ലാൻഡ് മാഫിയ, ഭൂമിയുടെ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ വലിയൊരു മാഫിയ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ തകർക്കുന്നതാണ്. അത് എത്രയോ പേർക്ക് ആ സിനിമ കഴിയുമ്പോൾ ഇതെൻ്റെ കഥയാണ് എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ